ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന എൻ്റെ ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. റെഗുലറായിട്ട് വാച്ച് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറ്, നല്ല പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി അൺവെയിൽസ് വരുണ, ഇന്ത്യാസ് ഫസ്റ്റ് പാസഞ്ചർ ഡ്രോൺ. അപ്പോൾ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഹ്യൂമൻ ക്യാരിയിങ് ആയിട്ടുള്ളൊരു ഡ്രോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അതിൻ്റെ പേര് വരുണ എന്നാണ്. വരുണ, ഇന്ത്യാസ് ഫസ്റ്റ് പാസഞ്ചർ ഡ്രോൺ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഹ്യൂമൻ ക്യാരിയിങ് പ്ലാറ്റ്ഫോം പൈലറ്റ്ലെസ് ഡ്രോൺ മെയ്ഡ് ഇറ്റ്സ് ഡെബ്യൂട്ട് ഇൻ New Delhi in the presence of Prime Minister Narendra Modi. The makers of this indigenous pilotless Varuna drone startup, Sagar Defense Engineering, demonstrated this in his presence. This Varuna drone has been designed and developed by startup and has the capacity to carry one person inside. അപ്പോൾ ഈ വരുണ ഡ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഈ ഒരു ഡ്രോൺ വഴി. സോ പാസഞ്ചർ ഡ്രോൺ, ഇന്ത്യയിലത്തെ ഫസ്റ്റ് പാസഞ്ചർ ഡ്രോണാണിത്. അത് അൺവെയിൽ ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണത് അൺവെയിൽ ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Himachal Pradesh becomes the first state in country to connect all registered commercial vehicles equipped with VLTD and ERSS. അപ്പോൾ ഹിമാചൽ പ്രദേശ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ്. അതായത് എല്ലാ രജിസ്റ്റർ ആയിട്ടുള്ള കൊമേർഷ്യൽ വെഹിക്കിൾസിനെയും എക്വിപ്പ് ചെയ്തിരിക്കുക. VLTD, അതേപോലെ വിത്ത് VLTD ആൻഡ് വിത്ത് ERSSും VLTDയും വെച്ച് എക്വിപ്പ് ചെയ്തിട്ടുള്ള കൊമേർഷ്യൽ വെഹിക്കിൾസ്, രജിസ്റ്റേർഡ് വെഹിക്കിൾസിനെ എക്വിപ്പ് ചെയ്ത് VLTDയും ERSSും വെച്ച് എക്വിപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വായിക്കാം. Himachal Pradesh has become the first state in the country to connect all registered commercial vehicles equipped with vehicle location tracking device. അപ്പോൾ VLTD എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. അതായത് വെഹിക്കിൾ എവിടെയെങ്കിലും ഇപ്പോൾ ആൻറ്റി തെഫ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുക അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സാക്ട് GPS ഉപയോഗിച്ച് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനമാണ് VLTD. സോ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റവും വെച്ചിട്ടുള്ള ഒരു കൊമേർഷ്യൽ വെഹിക്കിൾസിനെ അത് എക്വിപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ്. നൗ ദീസ് വെഹിക്കിൾസ് ക്യാൻ ബി ട്രാക്ക്ഡ് എനിവർ ഇൻ ദ കൺട്രി ത്രൂ VLTD. അപ്പോൾ ഈ വെഹിക്കിൾസ്, ഇത് എക്വിപ്പ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിനെ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിൽ VLTD ഉപയോഗിച്ചിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബാങ്ക് അപ്രൂവ്ഡ് $1 billion ലോൺ ഫോർ ആയുഷ്മാൻ ഹെൽത്ത് സ്കീം. അപ്പോൾ വേൾഡ് ബാങ്ക് $1 billion ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ആയുഷ്മാൻ ഹെൽത്ത് സ്കീമിൻ്റെ അണ്ടറിൽ. അപ്പോൾ അതൊന്ന് വായിക്കാം. ദ വേൾഡ് ബാങ്ക് ഹാസ് അപ്രൂവ്ഡ് എ ലോൺ ഓഫ് $1 billion ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ഇന്ത്യാസ് ഫ്ലാഗ്ഷിപ്പ് പ്രൈം മിനിസ്റ്റർ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ, Prime Minister ABHIM. It comprises two complementary loans of $500 million each, namely for transforming India's public health systems for a pandemic preparedness program and India's enhanced health service delivery program. അപ്പോൾ വേൾഡ് ബാങ്ക് ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് $1 billion ലോണ് ഫോർ ഹെൽത്ത്, ആയുഷ്മാൻ ഹെൽത്ത് സ്കീമിന് വേണ്ടിയിട്ട്. PM അഭിമിൻ്റെ അണ്ടറിലാണിത് ചെയ്യുന്നത്. സോ വേൾഡ് ബാങ്കാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് $1 billion ലോൺ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബ്രെയിൻ ഡേ July 22, 2022. സോ July 22 വേൾഡ് ബ്രെയിൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൽ 22 എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല, 22 ആണ് ഡേറ്റ്, ഓർത്തിരിക്കുക. സോ വേൾഡ് ബ്രെയിൻ ഡേ ഈസ് ഡെഡിക്കേറ്റഡ് ടു റേസിംഗ് അവയർനെസ് ആൻഡ് പ്രൊമോട്ടിംഗ് അഡ്വക്കസി റിലേറ്റഡ് ടു ബ്രെയിൻ ഹെൽത്ത്. It is celebrated on July 22nd. It was chosen to remember the foundation of the World Federation of Neurology, which was established on 22nd July 1957. This year, the day is dedicated to the theme Brain Health for All. The day was first observed in 2014. So, World Brain Day ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 22nd July 2022 22nd July 2022 മാത്രമല്ല, കഴിഞ്ഞ കൊല്ലം എല്ലാ 2014 തൊട്ടിട്ട് ജൂലൈ 22nd വേൾഡ് ബ്രെയിൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ബയോ എക്കണോമി ലൈക്ലി ടു ടച്ച് $300 billion ബൈ 2030 സേസ് റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ ബയോ എക്കണോമി $300 billion ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇത് ഇന്ത്യ ബയോ എക്കണോമി റിപ്പോർട്ട് 2022 ബേസ്ഡ് ഓൺ ദ ഡാറ്റ ഓൺ ബയോടെക് സെക്ടേഴ്സ് contribution to the economy. It has been brought out by the Biotechnology Industry Research Assistance Council (BIRSC). The report said the country's bioeconomy has reached over $80 billion in 2021. അപ്പോൾ $80 billion ടച്ച് ചെയ്തിരിക്കുകയാണ് 2021. അത് $300 billion ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് 2030 കൂടി. അപ്പോൾ 2022 അത് 2021 $80 billion, അതേപോലെ 14.1% വർദ്ധിച്ചിട്ട് 70.2 ബില്യൺ ആയിരുന്നു 2020 നോക്കുമ്പോൾ. സോ ബയോ എക്കണോമി $300 billion ആവും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് 2030 കൂടി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദിനേശ് ഗുണവർദ്ധന അപ്പോയിൻറ്റഡ് ശ്രീലങ്കാസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ശ്രീലങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് ദിനേശ് ഗുണവർദ്ധനെ അപ്പോയിൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വായിക്കാം. ദിനേശ് ഗുണവർദ്ധനെ വാസ് അപ്പോയിൻറ്റഡ് ആസ് ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക ഇൻ July 2022. So Gunawardena has served as cabinet minister in previous governments. He has served as foreign minister, transport minister and minister for urban developments, and has several other roles during his political career which spans over 5 decades. അപ്പോൾ കഴിഞ്ഞ 5 decades ആയിട്ട് പൊളിറ്റിക്സിലാണ് അദ്ദേഹം ഉള്ളത്. സോ ഇപ്പോൾ ദിനേശ് ഗുണവർദ്ധന പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക ആയിരിക്കുകയാണ്. റിട്ടയർഡ് ഹോണറബിൾ DS സേനനായകെ വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ് DS സേനനായകെ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. COP26 President and NITI Aayog launch initiatives to boost electric mobility and promote battery reuse and recycling market. അപ്പോൾ COP26 പ്രസിഡൻറ്റ് അതേപോലെ നീതി ആയോഗും കൂടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഓരോ ഇനീഷ്യേറ്റീവ്സ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ഇലക്ട്രിക് വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ ബാറ്ററി റീയൂസും റീസൈക്ലിങ്ങും, മാർക്കറ്റിൽ ബാറ്ററി റീയൂസും റീസൈക്ലിങ്ങും എൻഹാൻസ് ചെയ്യാൻ, അതായത് അതിൻ്റെ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. During the visit of COP26, President retired Honorable Alok Sharma to India in July 2022. NITI Aayog today launched 2 significant initiatives. E-Amrit, Accelerated E-Mobility Revolution for India's Transportation. അപ്പോൾ ഈ പേര് ഓർത്ത് വയ്ക്കുക, E-Amrit, അതായത് Accelerated E-Mobility Revolution for India's Transportation, mobile application to raise awareness on electric mobility, and the report on advanced chemistry cell battery reuse and recycling market in India. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീതി ആയോഗും അതേപോലെ COP26 പ്രസിഡൻറ്റും കൂടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ബാറ്ററി റീയൂസും റീസൈക്ലിങ്ങും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NTPC Inc. Statement of Intent with NITI Aayog to develop a Net Zero GHG
എമിഷൻസ് റോഡ് മാപ്പ് ഫോർ NTPC. അപ്പോൾ NTPC എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് നീതി ആയോഗുമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സീറോ GHG എമിഷൻസ് റോഡ് മാപ്പ്, അതിൻ്റെ റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. Paving the pathway towards greening the power sector of the country, the SOI Statement of Intent seeks to formalize a framework of cooperation between the parties to facilitate NTPC strategies on diversification of its generation mix to eventually reduce its carbon footprint and support India's endeavor towards achieving net zero by 2070. സോ NTPC ആണ് ലോഞ്ച് ചെയ്തത്, ഫോർമർലി നോൺ ആസ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അപ്പോൾ NTPC ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത് നീതി ആയോഗുമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് സീറോ GHG എമിഷൻസ് നെറ്റ് സീറോ ആക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ റോഡ് മാപ്പിന് വേണ്ടിയിട്ടാണ് NTPC ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Center likely to expand PMAY-Urban mission up to March 2024. അപ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. Ministry of Housing and Urban Affairs is implementing Pradhan Mantri Awas Yojana Urban Housing for All mission since 25/6/2015 for giving central assistance to states or union territories to provide all-weather PUCA houses to all eligible urban beneficiaries. അപ്പോൾ എല്ലാ അർബൺ ബെനിഫിഷ്യറീസിനും വീട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന അർബൻ എന്ന് പറയുന്ന മിഷൻ 2015 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തൊട്ടിട്ട് ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു PMAY-Urban 2024 വരെ, മാർച്ച് 2024 വരേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ അർബൻ ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് കൗശൽ കിഷോറാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. All advertisements telecast on private satellite TV channels are regulated in accordance with the advertising code. ഗവൺമെൻറ് അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് എല്ലാ അഡ്വർടൈസ്മെൻറ്റും പ്രൈവറ്റ് സാറ്റലൈറ്റ് TV ചാനൽസിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സും റെഗുലേറ്റ് ചെയ്യുമെന്നാണ്, ഇൻ അക്കോർഡൻസ് വിത്ത് അഡ്വർടൈസിംഗ് കോഡ് വെച്ചിട്ട് റെഗുലേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഹാസ് സെഡ് ദാറ്റ് all advertisements telecast on private satellite TV channels are regulated in accordance with the advertising code prescribed under the Cable Television Network Rules 1994. Central Consumer Protection Authority has been established under the provisions of Consumer Protection Act 2019 which look into misleading advertisement. അപ്പോൾ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അനുരാഗ് സിംഗ് താക്കൂർ ആണിത് പറഞ്ഞിട്ടുള്ളത്. സോ ഓൾ അഡ്വർടൈസ്മെൻറ്റ്സ്, എല്ലാ അഡ്വർടൈസ്മെൻറ്റും പ്രൈവറ്റ് സാറ്റലൈറ്റ് TV ചാനൽസിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സും അഡ്വർടൈസിംഗ് കോഡ് വെച്ചിട്ട് 1994 അഡ്വർടൈസിംഗ് കോഡ് വെച്ചിട്ട് റെഗുലേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. India and UK sign MOU on a mutual recognition of educational qualifications. അപ്പോൾ മ്യൂച്വൽ റെക്കഗ്നിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഇന്ത്യയും UKയും കൂടിയിട്ടാണ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ MOU സൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇന്ത്യ ആൻഡ് ദ യുണൈറ്റഡ് കിങ്ഡം സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ മ്യൂച്വൽ റെക്കഗ്നിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എ ഫ്രെയിം വർക്ക് എഗ്രിമെൻറ്റ് ഓൺ എ ഹെൽത്ത് കെയർ വർക്ക് ഫോഴ്സ്. ഇപ്പം മാരിടൈം എഡ്യൂക്കേഷനും അതേപോലെ ഫ്രെയിം വർക്ക് എഗ്രിമെൻറ്റ് ഓൺ എ ഹെൽത്ത് കെയർ വർക്ക് ഫോഴ്സിനും വേണ്ടിയിട്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇന്ത്യയും UKയും കൂടിയിട്ട് യുണൈറ്റഡ് കിങ്ഡമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. സോ ദ MOU ഫ്രം ഇന്ത്യൻ സൈഡ് വാസ് സൈൻഡ് ബൈ കൊമേഴ്സ് സെക്രട്ടറി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ BVR സുബ്രഹ്മണ്യം. അപ്പോൾ ഇന്ത്യൻ സൈഡ് ഡെലിഗേഷൻ അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ ഇന്ത്യൻ സൈഡിൽ നിന്ന് പോയത് BVR സുബ്രഹ്മണ്യമാണ്. അദ്ദേഹം കൊമേഴ്സ് സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓപ്പൺ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് പേ നിയർ ബൈ ആൻഡ് ഫെയർ എക്സ് പേ റിസീവ് RBI നോഡ് ഫോർ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ്.
അപ്പോൾ ഓപ്പൺ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് ആയ പേ നിയർ ബൈ, അതേപോലെ ഫെയർ എക്സ് പേ, അതിനൊക്കെ RBI അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് ദ എക്സിറ്റ് ഓഫ് ഇറ്റ്സ് സെക്കൻഡ് കൊഹോർട്ട് അണ്ടർ ദ റെഗുലേറ്ററി സാൻഡ് ബോക്സ് വിത്ത് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ് ആസ് ദ തീം. 4 entities out of the 8 that were a part of the test phase were selected by the Reserve Bank. All of 4 entities completed the test phase of the second cohort. അപ്പോൾ ഓപ്പൺ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സും അതേപോലെ പേ നിയർ ബൈയും ഫെയർ എക്സ് പേക്കും RBI നോഡ് കിട്ടിയിരിക്കുകയാണ് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ 4 entities out of 8 that were part of the test phase were selected by Reserve Bank of India. അപ്പോൾ 8-ൽ 4 എൻറ്റിറ്റീസ് ടെസ്റ്റ് ഫേസിലായിരുന്നു, അതിന് സെലക്ട് ചെയ്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ 4 entities കംപ്ലീറ്റഡ് ദ ടെസ്റ്റ് ഫേസ് ഓഫ് ദ സെക്കൻഡ് കൊഹോർട്ട്. അപ്പോൾ എല്ലാ 4 എൻറ്റിറ്റീസും ടെസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദ്രൗപദി മുർമു ബിക്കംസ് 15th President of India, ഫസ്റ്റ് ട്രൈബൽ ടു ഹോൾഡ് ദ പോസ്റ്റ്. അപ്പോൾ ദ്രൗപദി മുർമു 15ാമത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായി മാറിയിരിക്കുകയാണ്, എലക്ട് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ട്രൈബൽ, അപ്പോൾ ട്രൈബൽസിൽ നിന്നും ഫസ്റ്റ് വുമണാണിത്, ഫസ്റ്റ് ട്രൈബലാണ് ദ്രൗപദി മുർമു ടു ഹോൾഡ് ദ പോസ്റ്റ്. ഈ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഫസ്റ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നൊരു ആളാണ് ദ്രൗപദി മുർമു. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ്രൗപദി മുർമു became India's 15th President. She succeeded രാംനാഥ് കോവിന്ദ് and will be the first ആദിവാസി woman to occupy the country's top constitutional post. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 15th നമ്പർ എത്രാമത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15th President of India ആണ്. അതേപോലെ ഫസ്റ്റ് ട്രൈബലുമാണ്, ഫസ്റ്റ് ട്രൈബൽ ടു ഹോൾഡ് ദ പോസ്റ്റ്. ഷീ ഈസ് ഓൾസോ ദ കൺട്രീസ് സെക്കൻഡ് ഫീമെയിൽ പ്രസിഡൻറ്റ് ആഫ്റ്റർ ശ്രീ പ്രതിഭ പട്ടേൽ. അതേപോലെ സെക്കൻഡ് ഫീമെയിൽ പ്രസിഡൻറ്റ് പ്രതിഭ പട്ടേൽ കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഫീമെയിൽ പ്രസിഡൻ്റ് ആയിരിക്കുകയാണ് ദ്രൗപദി മുർമു. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ഗവർണർ of Jharkhand state and a first female tribal leader to serve as governor in any Indian state. അതേപോലെ ഇതിനു മുമ്പുള്ള റെക്കോർഡ് എന്ന് പറയാൻ പറ്റില്ല, ഇതിനു മുമ്പുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ജാർഖണ്ഡും ആയിരുന്നു, അതേപോലെ ഫസ്റ്റ് ഫീമെയിൽ ട്രൈബൽ ലീഡറും ആയിരുന്നു ഗവർണർ ഓഫ് എനി ഇന്ത്യൻ സ്റ്റേറ്റ്. ഏതെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒരു ഗവർണറായിട്ട് ചാർജ് ഏറ്റെടുക്കുന്ന ഫസ്റ്റ് ട്രൈബൽ ലീഡർ, ഫീമെയിൽ ട്രൈബൽ ലീഡറുമായി ഈ ദ്രൗപദി മുർമു. ഇപ്പോൾ ഫസ്റ്റ് ട്രൈബൽ ടു ഹോൾഡ് ദ പോസ്റ്റ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻറ്റ് സ്ഥാനം, ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് ഫസ്റ്റ് ട്രൈബൽ വുമൺ ആണിത് ദ്രൗപദി മുർമു. സോ PC മോദിയാണ് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IAPH appoints Ennersu Karunesan as its representative to India. So the Tokyo-based International Association of Ports and Harbours, IAPH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പോർട്സ് ആൻഡ് ഹാർബേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് എന്നർസു കരുണേശനെ ആസ് ഇറ്റ്സ് റെപ്രസെൻറ്റേറ്റീവ് ടു ഇന്ത്യ ആയിട്ട് എന്നർസു കരുണേശനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. IAPH മാനേജിംഗ് ഡയറക്ടറാണ് പാട്രിക് വെർഹോവൻ. സോ ഈ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് 2021, കർണാടക, തെലങ്കാന, ഹരിയാന ബാഗ് ടോപ്പ് 3 റാങ്ക്സ് എമംഗ് മേജർ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് 2021 തുടങ്ങിയിരിക്കുകയാണ്. സോ കർണാടകയും തെലങ്കാനയും ഹരിയാനയാണ് ടോപ്പ് 3 റാങ്ക്സ്, മേജർ സ്റ്റേറ്റ്സിൽ ടോപ്പ് 3 റാങ്ക്സിൽ എത്തിയിരിക്കുന്നത്. കർണാടക, തെലങ്കാന, ഹരിയാനയാണ്. സോ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. കർണാടക, തെലങ്കാന ആൻഡ് ഹരിയാന ഹാവ് ബീൻ ranked as the top 3 states among the 17 major states in NITI Aayog's third innovation index. States and union territories were divided into 17 major states, 10 northeast and hill states and 9 union territories and city states for effectively comparing their performance. NITI Aayog CEO ആണ് പരമേശ്വരൻ അയ്യർ. NITI Aayogന്റെ വൈസ് ചെയർമാൻ ആണ് സുമൻ ബെറി.
സോ ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് 2021 കർണാടകയും തെലുങ്കാനയും ഹരിയാനയും ടോപ്പ് 3 റാങ്ക്സ് നേടിയിരിക്കുകയാണ്. മേജർ സ്റ്റേറ്റ്സിൻ്റെ കാര്യത്തിൽ കർണാടക, തെലുങ്കാന, ഹരിയാന ടോപ്പ് 3 റാങ്ക്സ് അക്വയർ ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരി വൺ.